സ്വർഗ്ഗമാണോ നരകമാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹിൻ്റെ പണിയും നമ്മൾ തന്നെ എടുക്കാൻ പാടില്ല, അള്ളാഹ് എടുത്തോളൂ. അങ്ങനെ ചില ആൾ അള്ളാഹിൻ്റെ പണിയും മലക്കള പണിയെല്ലാം ഇപ്പോൾ അടുത്ത് ചില ആൾ എടുക്കും. സ്വലാത്ത് റൗലയിൽ എത്തിക്കേണ്ട പണിയെല്ലാം ചില ആൾ ഏറ്റെടുത്തിട്ട് കാണാം. അത് മലക്കൾ നേരത്തെ ഏൽപ്പിക്കപ്പെട്ട ആളാണ്. ഓരെത്തിച്ചോളൂ. ആശിക്കീങ്ങളെ സ്വലാത്തുമായി ഞാൻ മദീനയിലെത്തിയെന്ന് സ്റ്റാറ്റസ് എടുത്താണ് ചിലർ. വൃത്തികേട് കളിക്കരുത്, ആരെയും കാണിക്കാൻ ഒന്നും ചെയ്യരുത്. ശരിക്കും മദീനയിലെത്തിയാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി, നാണക്കേട്, ഇത് രണ്ടുമാണ് ഉണ്ടാവേണ്ടതെന്ന് ഇമാം ഷാറാനി റളിയല്ലാഹുവിൻ്റെ ബഹ്ജത്തുൻ നുഫൂസി വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖിൽ കാണാം. ശരിക്കും റൗള ഷരീഫിൻ്റെ അടുത്തെത്തിയാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയും നാണക്കേടും വേണം. എന്താ വേണ്ടത്? മെയിനായിട്ട് ഞാൻ ഈ മദീനയിൽ നിൽക്കാൻ അർഹനല്ലല്ലോ റബ്ബേ എന്ന പേടി വേണം. തങ്ങൾ റൗളയിൽ നിന്ന് തങ്ങളെ കൈ നീട്ടിത്തരുമോ എന്ന് ചോദിക്കൽ തന്നെ അതവേടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മഹാൻ്റെ ചോദ്യം ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഫമഹ്മൂലുൻ, നീ അതിനെക്കുറിച്ച് വായിക്കേണ്ടത് ഏത് കണ്ണട വെച്ചിട്ടാണെന്നറിയോ? ഷെഹറാനിമ പറയാം. എന്താ വായിക്കേണ്ടതെന്നറിയോ? അഹ്മദ് മോന് റൗളയിൽ എന്നെ കാണാൻ വരുന്നുണ്ടല്ലേ, വന്നാൽ എൻ്റെ കൈ ചോദിക്കണമെന്ന് അവിടുന്ന് പെർമിഷൻ കൊടുത്തവരാണ് ചോദിച്ചത്. നമ്മളെ പോലത്തെ ടീം എന്തിനാ അവിടെ പോയിട്ട് എന്തെങ്കിലും കളിക്കണത്? നമ്മളാരാ? രണ്ട് പാട്ട് പാടുമ്പോഴേക്ക് നമ്മൾ ആരെങ്കിലും ആവൂ? നമുക്ക് മദീനയിൽ നിൽക്കാൻ അർഹത ഉണ്ടോ? മദീന നാടിൻ്റെ പവർ എത്ര! ഞാൻ മദീനയിലാണ് ഉള്ളത്, നിനക്കെതിരെ ഞാൻ ദ്വാരക്കുമെന്ന്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തങ്ങൾ കാര്യമായിട്ട് മദീനയിൽ ജീവിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്നത് ആർക്കും എതിരെ ദ്വാരക്കരുത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ മാർക്കറ്റിങ്ങിന് മദീനയും ഇഷ്കും മഹബത്തൊക്കെ ഉപയോഗിക്കുന്ന കാലത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഞാൻ വേറെന്തെങ്കിലും ഒരു താല്പര്യത്തിലാണോ ഉപയോഗിക്കുന്നത് എന്ന പേടി വേണം. വിശേഷിച്ച് ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ദുനിയാവിന് വേണ്ടി ചെയ്താൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഖൽബ് മരിച്ചു പോകുമെന്ന് ഇമാം ഷെഹറാനി റഹിമഹുല്ല തന്നെ തൻ്റെ തബ്ബീഹുൽ മുഅ്തരിൽ പറയുന്നുണ്ട്. ഒരു ദുരുദ്ദേശം നമുക്ക് അമലുകളിൽ ഉണ്ടാവരുത്. നിങ്ങളെന്താ അവരുടെ മയ്യത്തുസ്കാരത്തിന് വരാതിരുന്നത് എന്ന് വെച്ചപ്പോൾ സൂഫിയാക്കൾ പറയും, എനിക്കെന്തോ ഒരു ഖൽബൊന്നും നന്നായി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് പങ്കെടുക്കാതിരുന്നത്. അവരത്രയും ശുദ്ധമായ ഹൃദയം, അവരങ്ങനെ.